ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു ദ ഡെയിലി ന്യൂസ് അനാലിസിസ് ഓഫ് ദർശന ലേണിംഗ്സ്. നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എ ട്രയാങ്കുലർ ഡൈനാമിക് ഇൻ സൗത്ത് ഏഷ്യാസ് പവർ പൊളിറ്റിക്സ്. Then second one, reserved faculty posts are still vacant and out of reach. Then using tech to empower women and children. And look at India's sports policy journey. And the last one, groundwater crisis deepens in Karnataka's hard rock terrain. ഇനി ഈ ന്യൂസുകളെല്ലാം ഡീപ്പായിട്ട് നമുക്കൊന്ന് ഇതിന്റെ സമ്മറിയും കാര്യങ്ങളും എല്ലാം നോക്കാം. സോ ദ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എ ട്രയാങ്കുലർ ഡൈനാമിക് ഇൻ സൗത്ത് ഏഷ്യാസ് പവർ പൊളിറ്റിക്സ്. ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിലും അതുപോലെ തന്നെ ബയലാട്രൽ റിലേഷൻസിലും ഇന്റേണൽ സെക്യൂരിറ്റിയിലും വളരെയധികം റിലവന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. ഇതിന്റെ സമ്മറി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ്, US റീകാലിബ്രേറ്റ്സ് ടൈസ് വിത്ത് പാകിസ്ഥാൻ. അതായത് മെയിൻ ആയിട്ട് പറയുന്നത് US-ന്റെ ഒരു സ്ട്രാറ്റജിക് ഡിപ്ലോമസി പാകിസ്ഥാനുമായിട്ട് റിന്യൂ ചെയ്യുവാണ്. അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഈ ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? പാകിസ്ഥാനിന്റെ ഒരു റീജിയണൽ ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇപ്പം US-ന് ഈ പറഞ്ഞ പാകിസ്ഥാനുമായിട്ടുള്ള ഒരു അലയൻസിന് അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് ഡിപ്ലോമസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അമേരിക്കനെ എന്ത് ചെയ്യുന്നത്, പ്രേരിപ്പിക്കുന്നത്. അതായത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പാകിസ്ഥാന്റെ ഒരു റീജിയണൽ ഡിപ്ലോമസി അല്ലെങ്കിൽ അതിന്റെ സൗത്ത് ഏഷ്യയിലെ അതിന്റെ പൊസിഷൻസ്, അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇറാൻ ആണെങ്കിലും അഫ്ഗാനിസ്ഥാനെ ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, പാകിസ്ഥാനിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും അമേരിക്കയ്ക്ക്. അതുപോലെ തന്നെ എന്താണ് അതിന്റെ സെൻട്രൽ സൗത്ത് ഏഷ്യ, വെസ്റ്റ് ഏഷ്യ, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ഒക്കെ കണക്ഷൻ പാകിസ്ഥാന്റെ ഒരു റീജിയണൽ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും നമുക്ക് നോക്കി കാണേണ്ടത്. ആ ഒരു റീജിയണൽ ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ടാണ് US ഇപ്പം ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് ഡിപ്ലോമസിക്ക് അവർ തയ്യാറായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് F-16 റിസ്യൂം ചെയ്യുന്നത് പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജിക് ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് അമേരിക്ക ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. സോ ഇന്ത്യസ് ഡോക്ട്രിനൽ ഷിഫ്റ്റ്, ഇപ്പം നമ്മൾ പഹൽഗാം അറ്റാക്കിന് ശേഷം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മളുടെ ടെററിസത്തിനോടുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെയധികം മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള നമ്മളുടെ ടൈസ് കുറച്ചും കൂടി നമ്മൾ ഡിപ്ലോമസിയിലാണെങ്കിലും അതെല്ലാം ഈ പറയുന്നത് പോലെ സിന്ധു വാട്ടർ ട്രീറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിപ്ലോമാറ്റിക് രീതിയിൽ നമ്മൾ വളരെയധികം കോംപ്രമൈസ് ചെയ്യാത്തുള്ള ഡിസിഷൻസ് ആണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. അപ്പൊ അത് ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം US-ഉം പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഒരു ടൈ ഇപ്പം കുറച്ചു ഇന്ത്യനെ അത് കൗണ്ടറിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണാനായിട്ട് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാന്റെ ഈ ജോഗ്രഫിക്കൽ ഇമ്പോർട്ടൻസ് അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഓട്ടോണമി നിലനിർത്തുന്നതിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ അമേരിക്കൻ ഈ ഒരു ടൈ നമ്മൾ വളരെയധികം നോക്കി കാണേണ്ടതാണ്. ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ബേസിൽ ഇവരുടെ ഡിപ്ലോമസിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഇനി പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ എന്തൊക്കെ കീവേഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ നമുക്കറിയാം, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഇന്ത്യ ന്യൂ കൗണ്ടർ ടെററിസം ഡോക്ട്രൈൻ എന്താണെന്ന് നോക്കുക. ദെൻ US പാകിസ്ഥാൻ F-16 ഡീൽ റിസംഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ. $397 മില്യൺ ആണ് പാകിസ്ഥാന് വേണ്ടിയിട്ട് അമേരിക്ക എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നോക്കുക. F-60 ഡീൽ എന്താണെന്ന് നോക്കുക. ദെൻ കോഡ് ഫോറിൻ മിനിസ്റ്റർ മീറ്റിംഗ് 2025, അതായത് കോഡ് കൺട്രീസ് ഏതൊക്കെയാണ് അത് നോക്കുക. കോഡ് കൺട്രീസ് ആരൊക്കെ വരുന്നുണ്ട്? ഓസ്ട്രേലിയ വരുന്നുണ്ട്, ജപ്പാൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യ വരുന്നുണ്ട്. ദെൻ എന്താണ് US. ഈ 4 കൺട്രീസിന്റെയും കാര്യങ്ങൾ, കോഡ് കൺട്രീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് നോക്കുക. അത് ഒരു ഫോക്കസ് എന്താണ് അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്? ഓൺ ഫ്രീ ഓപ്പൺ റൂൾ ബേസ്ഡ് ഇൻഡോ പസഫിക് റീജിയനിലുള്ള ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടാണ് ഈ കോഡ് എന്ന് പറയുന്ന ഈ ഒരു കൺട്രിയുടെ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കോഡും കാര്യങ്ങളും നോക്കുക. ഈ ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് വാഷിംഗ്ടണിൽ വെച്ചിട്ടാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കാര്യങ്ങളും ഒക്കെ നോക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്റർനാഷണൽ റിലേഷൻസിലും ബയലാട്രൽ റിലേഷൻസിലും അതുപോലെ തന്നെ GS3 വരുമ്പോൾ ഇന്റേണൽ സെക്യൂരിറ്റിയിലും എല്ലാം ഒരുപോലെ തന്നെ റിലവൻസ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നിങ്ങളത് ഇൻഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജോഗ്രഫിക്കൽ ഒരു പ്രോക്സിമിറ്റി അവർക്ക് എത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്
വെസ്റ്റേൺ കൺട്രീസിന്റെ ഇടയ്ക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് US-ഉം അമേരിക്കയും തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളും മനസ്സിലാക്കുക. ദെൻ F-16 ഡീല് മനസ്സിലാക്കുക. ആന്റി ടെററിസം കൗണ്ടർ ടെററിസത്തിന് വേണ്ടിയിട്ടാണ്, അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് പാകിസ്ഥാന് F-16 റിസ്യൂം ചെയ്തിട്ടുള്ളത് അമേരിക്ക. അപ്പൊ ആ കാര്യങ്ങൾ നോക്കുക. ദെൻ ഇന്ത്യനെ ഈ ഒരു ടൈ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കുക ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ. സോ ദ സെക്കൻഡ് ന്യൂസ് എന്ന് പറയുന്നത് റിസർവ്ഡ് ഫാക്കൾട്ടി പോസ്റ്റ് ആർ സ്റ്റിൽ വേക്കന്റ് ആൻഡ് ഔട്ട് ഓഫ് റീച്ച്. അപ്പം ഈ ഒരു ന്യൂസ് നമ്മൾ പറയുമ്പോൾ GS2, അതായത് എഡ്യൂക്കേഷനിലും ഗവേണൻസിലും പൊളിറ്റിയിലും ഒക്കെ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്. പ്രത്യേകിച്ചും മെയിൻസിന്റെ ആസ്പെക്ട്സിലാണ് ഇതിൽ കൂടുതലും ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ ഇതിന്റെ ന്യൂസ് സമ്മറി എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് വേക്കൻസി ആൻഡ് റിസർവ്ഡ് ഫാക്കൾട്ടി പോസ്റ്റ്. നമുക്കിപ്പോ നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 30% റിസർവ്ഡ് ഫാക്കൾട്ടിക്ക് വേണ്ടിയിട്ടാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. അതിൽ SC ST OBC EWC സെക്ഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവിഷൻ വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റഡി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വേക്കൻസിയും റിസർവേഷന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള വേക്കൻസീസ് വേക്കന്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അതിന്റെ പേരിലാണ് ഇപ്പം ഈ ഒരു ന്യൂസ് റിലവന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. സോ ദ സ്ട്രക്ചറൽ ആൻഡ് പ്രൊസീജിയർ ബാരിയേഴ്സ്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓട്ടോണമി പലപ്പോഴും ഈ പറയുന്ന മാർജിനലൈസ്ഡ് സെക്ടറിലേക്ക് ഈ വേക്കൻസി എത്താതിരിക്കാൻ ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ബയാസ്ഡ് ആയിട്ടുള്ള സെലക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് പല കാൻഡിഡേറ്റ്സിന് ഫേവേർഡ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രൊസീജിയർ നടത്തുന്നത് കൊണ്ടും ഈ പറഞ്ഞ മാർജിനലൈസ്ഡ് സെക്ടറിലേക്ക് 30% റിസർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള UGCയുടെ ഗൈഡ് ലൈൻസ് ഇവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്തതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സ്ട്രക്ചറൽ ഒരു ഫ്രെയിംവർക്കിനുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു ന്യൂസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഇത്രയും 30% റിസർവേഷൻ ഉണ്ടായിട്ട് പോലും അത് അർഹതപ്പെട്ട ആൾക്കാരിലേക്ക് എത്തുന്നില്ല. അപ്പം എന്തായാലും ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിഫോം വേണം. അതിന് UGCയുടെ ഗൈഡ് ലൈൻസ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രോപ്പറായി തന്നെ നമ്മൾ വെരിഫൈ ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ ഈ പറഞ്ഞ റിസർവേഷൻ നമ്മൾ കൺഫേം ആക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ UGC ഗൈഡ് ലൈൻസ് എന്താണ്, റിസർവേഷന്റെ ആസ്പെക്ട്സിൽ UGC എത്ര പെർസെൻറ്റേജ് ആണ്, 30% എന്നുള്ള ആ നമ്പർ ഓർത്തിരിക്കുക. ഏതൊക്കെ വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഈ ന്യൂസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ നോക്കണം. ദെൻ പ്രിലിംസ് ആൻഡ് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കീവേഡ്സ് ഏതൊക്കെയാണെന്ന് റിസർവേഷൻ കോഡ്സ് ഇൻ ഫാക്കൾട്ടി പോസ്റ്റ് നമ്മൾ പറഞ്ഞു. 30% ആണ് ഈ പറഞ്ഞ സെക്ടേഴ്സിന് റിസർവേഷന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിയിട്ടുള്ളത്. അതിൽ SCക്ക് 15%, STക്ക് 7.5%, OBCക്ക് 27%, EWSന് 10% ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഡിവിഷൻ നമ്മൾ മനസ്സിലാക്കുക. 30% ഓവറോൾ ഡിവിഷനും മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് 13 പോയിന്റ് വാസ് 200 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം. നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ആൻഡ് പ്രൊസീജിയറൽ സിസ്റ്റത്തിലുള്ള ഒരു അപാകതയെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഓട്ടോണമി കാരണം ഈ പറയുന്ന റിസർവ്ഡ് മാർജിനലൈസ്ഡ് സെക്ടറിലേക്ക് ഈ റിസർവേഷൻ അല്ലെങ്കിൽ വേക്കൻസി എത്തുന്നില്ല എന്ന് പറഞ്ഞു. അതും ഈ പറഞ്ഞ 30 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തതും ഒരു കാരണമാണ്. അതായത് ഈ 13 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് റിസർവേഷൻ ബൈ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. അതായത് ചെറിയ ഡിപ്പാർട്ട്മെന്റിനാണെങ്കിൽ കുറച്ച് റിസർവേഷനും അതുപോലെ വലിയ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ കൂടുതൽ റിസർവേഷനും എന്നുള്ള രീതിയിലാണ് ഈ 13 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം പറയുന്നത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന 200 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഒരു എൻറ്റയർ ഇൻസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു, അവിടെ ഡിപ്പാർട്ട്മെന്റിനായിരുന്നില്ല പ്രയോറിറ്റി കൊടുത്തിരുന്നത്. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു 13 പോയിന്റ് റോസ്റ്റർ സിസ്റ്റം എന്താണെന്നും അതിന്റെ ഇംപ്ലിമെന്റേഷനിലുള്ള ഫോൾട്ട് എന്തൊക്കെയാണെന്നും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്.
ദെൻ UGC കംപ്ലൈൻസ് ഗ്യാപ്സ് 2023, ആ കംപ്ലൈൻസ് ഗ്യാപ്പ് എന്താണെന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇതിനകത്ത് 71% EWC റിസർവ്ഡ് പോസ്റ്റ് റിമൈൻ അൺഫിൽഡ് ആണ്. 71% എന്ന് പറയുമ്പോൾ തന്നെ എത്രയോ വലിയ ഒരു പെർസെൻറ്റേജ് തന്നെയാണ്. ദെൻ ആ ഒരു കാര്യങ്ങളും മറ്റും നിങ്ങൾ നോക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഈ ഒരു ആർട്ടിക്കിൾ കുറച്ചും കൂടി റിലവൻസി ഉള്ളത് മെയിൻസിന്റെ ആസ്പെക്ട്സിലാണ്. അതായത് ഗവേണൻസിലും പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിലും എഡ്യൂക്കേഷനിലും. ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഒക്കെ ഒരുപാട് ന്യൂസിൽ ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പൊ അതിന്റെ ഒരു ബാക്കിയായിട്ടാണ് UGCന്റെ ഈ ഒരു കാര്യങ്ങൾ കൂടി വന്നിട്ടുള്ളത്. അപ്പം ഈ രണ്ട് ന്യൂസുകളും കണക്ട് ചെയ്ത് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് ന്യൂസുകളും കണക്ട് ചെയ്ത് എഡ്യൂക്കേഷനിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂസ് നോക്കുമ്പോൾ ജുഡീഷ്യൽ വേർഡിക്ട്സ് ഇമ്പാക്ടിംഗ് റിസർവേഷൻ പോളിസി, അപ്പൊ അതിൽ എന്തൊക്കെ കേസസുകളാണ് 1951 ചമ്പകം കേസസ് മുതൽ 2024 SC റൂളിംഗ് ഓൺ SC or ST ക്രീംലിയർ വരെയുള്ള കേസസുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ചിലപ്പം ഈ പറയുന്ന പ്രിലിംസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. മെയിൻസിന്റെ ആസ്പെക്ട്സിലും ഈ കേസസ് ഒക്കെ നമ്മൾ നോട്ട് ചെയ്ത് എഴുതുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്ത് കിട്ടും, കുറച്ചും കൂടി അഡ്വാൻറ്റേജ് കിട്ടുവാണ് മെയിൻസ് എഴുതാനായിട്ട്. അപ്പം ഇതാണ് ഈ ന്യൂസിന്റെ ആസ്പെക്ട്സിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ദ തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് യൂസിങ് ടെക് ടു എംപവർ വുമൺ ആൻഡ് ചിൽഡ്രൻ. നമുക്കറിയാം ടെക്നോളജി നമ്മളുടെ പോളിസിയിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പോളിസി കറക്റ്റ് ടൈമിൽ എങ്ങനെ ഡെലിവർ ചെയ്യാം, പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ന്യൂസിന്റെ ആർട്ടിക്കിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിലിംസിനും മെയിൻസിനും ഒരുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിംസിൽ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ ന്യൂസിന്റെ സമ്മറി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ടെക് ഡ്രിവൺ വെൽഫെയർ ഫോർ വുമൻ ആൻഡ് ചിൽഡ്രൻ. അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു നമ്മളുടെ ടെക്നോളജിയും വെൽഫെയറും കൂടി കണക്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമ്മുടെ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെന്റ് കുറെ അധികം നമ്മുടെ സ്കീമിനെ ഡിജിറ്റലി അല്ലെങ്കിൽ ടെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏതൊക്കെ സ്കീമാണെന്ന് നമുക്ക് നോക്കാം. സാക്ഷം അംഗൻവാടി, പോഷൻ ട്രാക്കർ, ഷീ ബോട്ട്സ് ആൻഡ് പ്രധാൻ മന്ത്രി മാതൃ വന്ദൻ യോജന. അപ്പം ഈ എല്ലാ സ്കീമുകളും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് ഓരോ സ്കീമും പറയുന്നതെന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പോഷൻ ട്രാക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഈ പറയുന്ന ന്യൂട്രീഷ്യൻസ് കൊടുക്കുന്നത് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അതാണ് പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത്. അപ്പം പ്രോപ്പർ ആയിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ, ന്യൂട്രീഷ്യൻസ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ദെൻ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് PMMVY ആൻഡ് മിഷൻ ശക്തി എംപവർ വുമൺ. അതായത് നമുക്കറിയാം ഈ പ്രധാൻ മന്ത്രി മാതൃവന്ദൻ യോജന സ്കീമിൽ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതില് ആധാർ ബേസ്ഡ് DBT ആണ്. അതുപോലെ പെട്ടെന്ന് തന്നെ ഗ്രീവനസ് റിഡ്രസൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടാർഗറ്റഡ് ബെനിഫിറ്റ്സ്. ഫസ്റ്റ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്ന ഫസ്റ്റ് ചൈൽഡിന് നമ്മൾ 5,000ഉം സെക്കൻഡ് ഗേൾ ചൈൽഡിന് നമ്മൾ എന്താണ് 6,000 റുപ്പീസുമാണ് കൊടുക്കുന്നത്. അത് കുറച്ചും കൂടി ഈ പറയുന്ന വുമൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടും വുമൻ ചൈൽഡ് ബർത്ത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യാനും അവരുടെ എഡ്യൂക്കേഷൻസും കാര്യങ്ങളും എല്ലാം പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് ടെക്നോളജിയും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള ആളുകളിലേക്കാണോ എത്തുന്നത്, ബെനിഫിറ്റ് എല്ലാവർക്കും എത്തുന്നുണ്ടോ, അതിലുള്ള കംപ്ലൈൻസും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഈ പ്രോപ്പർ ടെക്നോളജിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ടാൻജിബിൾ ഔട്ട്കം വൈ ഡിജിറ്റൽ ഗവേണൻസ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അതായത് ടെക്നോളജി റിലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ സ്കീമും നമ്മൾ വെരിഫൈ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കുറച്ചും കൂടി എഫിഷ്യന്റ് ആവുകയാണ്. ഗവേണൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോപ്പറായിട്ട് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലുള്ള എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിലും കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ സെക്സ് റേഷ്യോ അറ്റ് ബർത്ത് അത് കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പം പ്രധാൻ മന്ത്രി മാതൃവന്ദൻ യോജന പോലെയുള്ള സ്കീമുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗേൾ ചൈൽഡിന് ഫസ്റ്റ് ഗേൾ ചൈൽഡിന് നമ്മൾ 5,000ഉം സെക്കൻഡ് ഗേൾ ചൈൽഡിന് 6,000 നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുന്നത് മദറിനാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എൻഷുർ ചെയ്യുന്നത് വഴി നമുക്ക് സെക്സ് റേഷ്യോ നമുക്ക് കൂട്ടാൻ പറ്റുന്നുണ്ട്. അതായത് 900
918 നിന്ന് ഇപ്പം 930 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് ഡിക്ലൈൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അത് ഈ പറയുന്ന പോലെ പോഷൻ ട്രാക്കർ പോലെയുള്ള സ്കീം അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി കറക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷൻ കാര്യങ്ങളും മദേഴ്സിന് എത്തുന്നുണ്ട്. അപ്പൊ ഈ പറയുന്നത് പോലെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ കിട്ടാതെ മരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടുന്നതൊക്കെ കുറയാൻ ഈ ഒരു പ്രോപ്പർ ടെക്നോളജിയുടെ ഇൻകോർപ്പറേഷനിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഓരോ സ്കീമും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഷീ ബോക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഷീ ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? സെക്ഷൽ ഹറാസ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റ് എന്താണ് ജോലി സ്ഥലത്തെ സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോർട്ടലാണ് ഷീ ബോക്സ് എന്ന് പറയുന്നത്. അപ്പം ഓരോ എന്താണ് സ്കീമിന്റെ കാര്യങ്ങൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും. ഓരോ സ്കീമിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അത് ആരൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, ഏത് ഏജ് ലിമിറ്റിലുള്ള വിമൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇതിന്റെ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോഷൻ ട്രാക്കർ ആണ്. എന്താണ് പോഷൻ ട്രാക്കർ? നമ്മൾ പറഞ്ഞു അല്ലെ, റിയൽ ടൈം ന്യൂട്രീഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ആണ്. അതുകൊണ്ട് തന്നെ ഇത് കവർ ചെയ്യുന്നത് പ്രഗ്നന്റ് വുമണിനെയും മദേഴ്സിനെയും ചിൽഡ്രനെയും അതുപോലെ തന്നെ അഡോളസെന്റ് ഗേൾസിനെയുമാണ്. അപ്പൊ ഈ പ്രഗ്നന്റ് വുമൺ നമ്മൾ പറഞ്ഞു എന്താണ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഡിക്ലൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ സ്കീംസ് എല്ലാം ടെക്നോളജിയുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തപ്പം പ്രോപ്പർ ആയിട്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത് കവർ ചെയ്ത് ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ദെൻ അംഗനവാടി സെന്റേഴ്സ് ആൻഡ് ബെനിഫിഷ്യറീസ് വഴി ആധാറിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പോഷൻ ട്രാക്കറിലൂടെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റി. ദെൻ എന്താണ് പ്രധാനമന്ത്രി മാതൃവന്ദൻ യോജന റൂൾസ് 2022 അതെന്താണെന്ന് നോക്കുക. അത് ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഷീ ബോക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഹിയറിംഗ്സ് പോർട്ടൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതെന്ന് പറയുന്നത് എന്താ? ജുവനൈൽസ് ജസ്റ്റിസ് ആക്ട് 2015 അണ്ടറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിജിറ്റൽ അഡോപ്റ്റേഷൻ ആണ്. അപ്പം ഇതെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ സ്റ്റാറ്റസും കാര്യങ്ങളും എന്ന് നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അഡോപ്ഷന്റെ ട്രാൻസ്പെറൻസി കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനായിട്ട് ഈ ഒരു കെയറിംഗ് പോർട്ടൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ 4 സ്കീംസുകളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് പൊളിറ്റിയിലും ഗവേണൻസിലും അതുപോലെ തന്നെ വെൽഫെയർ സ്കീം ഇതിലെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ പഠിക്കുക. GS2 വരുമ്പോൾ എന്താണ് ഇലക്ട്രൽ റിഫോംസ് ആൻഡ് ചലഞ്ച് ടു ഇൻക്ലൂസീവ് സഫ്രേജസ്. അപ്പം ഈ ഒരു ആസ്പെക്ട്സിൽ അത് മനസ്സിലാക്കുക. ദെൻ ഗവേണൻസിലാവുമ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്പെറൻസി, ഈ പറയുന്ന ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം എഫിഷ്യന്റ് ആവുന്നുണ്ട് കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ദെൻ വെൽഫെയർ സ്കീം, ഇതുപോലെയുള്ള സ്കീംസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സോ ഇത് രണ്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു ന്യൂസിന്റെ ബേസിൽ നിങ്ങൾ മനസ്സിലാക്കുക. സോ ദ തേർഡ് ന്യൂസ് എന്ന് പറയുന്നത് എ ലുക്ക് അറ്റ് ഇന്ത്യ സ്പോർട്സ് പോളിസി ജേർണി. അപ്പൊ ഇതിന്റെ ന്യൂസ് സമ്മറീസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോസ്റ്റ് 1947 സ്പോർട്സ് നെഗ്ലക്റ്റ് പോളിസി എവല്യൂഷൻ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം, അതായത് 1947 ശേഷം ശരിക്കും നമ്മൾ ഒരു സ്പോർട്സ് ഏരിയാസിൽ വളരെയധികം കോൺസെൻട്രേഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ വേണ്ട പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പം അതിലൊരു മാറ്റം വന്നിട്ടുണ്ടായിരുന്നത് 1982 ഏഷ്യൻ ഗെയിംസിൽ അവിടെ ഒരു ഫസ്റ്റ് നാഷണൽ സ്പോർട്സ് പോളിസി ഫോം ചെയ്യുന്നതിലൂടെയാണ് ഈ ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് കുറച്ചും കൂടി കോൺസെൻട്രേഷൻ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് 1984 സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സായി ഫോം ചെയ്യുന്നത് തന്നെ 1982 ശേഷം 1984 നാഷണൽ സ്പോർട്സ് പോളിസിയിലൂടെയാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് ഇൻഡിപെൻഡൻസിന് ശേഷം ഒരു ഇമ്പോർട്ടൻസും സ്പോർട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു പോളിസിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫോം ചെയ്തിട്ടില്ല. അൻറ്റിൽ എപ്പോൾ വരെ 1982 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് വരെ അങ്ങനെ ഒരു മൂവ്മെന്റും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ദെൻ റീസെന്റ് റിഫോംസ് ആൻഡ് ഇനിഷ്യേറ്റീവ്സ്, ഈ ഒരു ആസ്പെക്ട്സിൽ ഈ ഒരു പോളിസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള എന്തൊക്കെ റിഫോംസ് ആണ് സ്പോർട്സ് മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്
ടോപ്സ് 2014, കേലോ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 2019, അതുപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഡെവലപ്മെന്റ് കോഡ് 2011. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, റീസെന്റ് ആയിട്ടുള്ള റിഫോംസും ഇനിഷ്യേറ്റീവ്സ് ആണ്. ഈ ഓരോ ഇനിഷ്യേറ്റീവ്സും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 2036 ഒളിമ്പിക് ബിഡ് ആൻഡ് ന്യൂ പോളിസീസ് ആണ്. അപ്പം ഇന്ത്യസ് ഒളിമ്പിക് അംബിഷൻസ് ഹാവ് ആക്സിലറേറ്റഡ് റിഫോംസ് വിത്ത് ദ അനൗൺസ്മെന്റ് ഓഫ് കേലോ ഭാരത് നീതി 2025. നമ്മൾ ഈ കേലോ ഭാരത് നീതി 2025 വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ ഒളിമ്പിക്കിന്റെ ആസ്പെക്ട്സിൽ കുറച്ചും കൂടി ഇന്ത്യ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഡ്രാഫ്റ്റ് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ 2024. ഇത് രണ്ടും ഈ ഇപ്പോഴത്തെ നിങ്ങൾ പ്രിലിംസിന്റെ ആസ്പെക്ട്സിലാണെങ്കിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലാണെങ്കിലും വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ റിഫോംസ് കൊണ്ടുവരുന്നത് വഴി സ്പോർട്സിൽ കുറച്ചും കൂടി പ്രൊഫഷണലിസം കൊണ്ടുവരാനും ഗവേണൻസ് കുറച്ചും കൂടി ഈസി ആക്കാനും അതുപോലെ തന്നെ ഡോപ്പിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഇഷ്യൂസ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ കേലോ ഭാരത് നീതി 2025 ഡ്രാഫ്റ്റ് നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് 2024 ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി നമുക്ക് പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും മെയിൻസിന്റെ ആസ്പെക്ട്സിലും എന്തൊക്കെ കീവേഡ്സ് ആണ് നോക്കേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കേലോ ഭാരത് നീതി 2025 ആണ്. അപ്പം ഈ കേലോ ഭാരത് നീതി 2025 എന്ന് പറയുന്നത് 2001 പോളിസിനെ റീപ്ലേസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ്. അപ്പൊ ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളത് ജൂലൈ 2025 ദെൻ 5 പില്ലേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. ഗ്ലോബൽ എക്സലൻസ്, അതുപോലെ എക്കണോമി, സോഷ്യൽ, പീപ്പിൾസ് മൂവ്മെന്റ്, എഡ്യൂക്കേഷൻ, ഇന്റഗ്രേഷൻ. ഇത്രയും ഈ 5 പില്ലേഴ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കേലോ ഭാരത് നീതി 2025. അതിൽ ഓരോ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. 5 പില്ലേഴ്സ് പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ഇത് പറഞ്ഞല്ലോ, നമ്മൾ ഒരു ടോപ്പ് 5 സ്പോർട്ടിംഗ് കൺട്രി ആയിട്ട് 2047 നമ്മൾ ഇന്ത്യ മാറണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രത്യേകിച്ച് ഒളിമ്പിക്സും കാര്യങ്ങളും എല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി ആയിരുന്നു കേലോ ഭാരത് നീതി 2025 എന്ന് പറയുന്നത്. ദെൻ കീ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് നമ്മൾ പറഞ്ഞു, റിഫോംസും ഇനിഷ്യേറ്റീവ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, റീസെന്റ് നടന്നിട്ടില്ല. അപ്പൊ അതില് ടോപ്സ് എന്താണെന്ന് നോക്കുക. എലൈറ്റ് ഒളിമ്പിക് അത്ലറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ടോപ്സ് എന്ന് പറയുന്നത്. ദെൻ കേലോ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എന്താണ് സ്പോർട്സ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിഫോം ആയിരുന്നു കേലോ ഇന്ത്യ. ദെൻ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നതാണ് ഫിറ്റ്നസ് നാഷൻ വൈഡ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ദെൻ NSDC 2011 അതെന്താണെന്ന് നോക്കുക. ഗവേണൻസ് കോഡ് ഫോർ സ്പോർട്സ് ഫെഡറേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി അക്കൗണ്ടബിലിറ്റിയും കൊടുക്കുക. ദെൻ എന്താണ് ഫെയർ ഇലക്ഷൻസും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് NSDC 2011 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിലാണെങ്കിൽ ഗവേണൻസിൽ എന്താണ് എവല്യൂഷൻ ഓഫ് സ്പോർട്സ് ഗവേണൻസ് ആൻഡ് റെഗുലേറ്ററി ഫോംസ്. നമുക്കറിയാം 1982 വരെ പ്രത്യേകിച്ച് ഗവേണൻസിലോ അല്ലെങ്കിൽ ആ ഒരു പോളിസി മേക്കിങ്ങിലോ ഒന്നും തന്നെ സ്പോർട്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണ് അങ്ങനെ ഒരു ഗവേണൻസ് ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കുക. ദെൻ എന്താണ് നമ്മുടെ പോളിസീസും കാര്യം നാഷണൽ സ്പോർട്സ് പോളിസിയും കാര്യങ്ങളും നോക്കുക. ദെൻ സൊസൈറ്റിയിൽ സ്പോർട്സിന്റെ റോൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടിയിട്ട് മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കുക. So the last news എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ക്രൈസിസ് ഡീപ്പൻസ് ഇൻ കർണാടകാസ് ഹാർഡ് റോക്ക് ടെറൈൻ. സോ ഇതിന്റെ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ ക്രൈസിസ് ഇൻ ദ ഡെക്കാൻ പ്ലേറ്റു ആണ്. അതായത് ഈ ഡെക്കാൻ പ്ലേറ്റ്സിൽ പ്രത്യേകിച്ചും കർണാടക ആ ഒരു റീജിയൻസിൽ ഒരുപാട് ഗ്രൗണ്ട് വാട്ടറിന്റെ ക്രൈസിസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ടില്ലാത്ത ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ബോർവെൽ ഡ്രില്ലിങ്ങിലൂടെയും അതുപോലെ തന്നെ വാട്ടർ ഇന്റൻസീവ് ആയിട്ടുള്ള ഫാമിംഗ് ചെയ്യുന്നത് മൂലവും ഒക്കെയാണ് ഈ പറഞ്ഞ ഒരു ഗ്രൗണ്ട് വാട്ടർ ക്രൈസിസ് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് ഈ പറയുന്നത് പോലെ ഡ്രിങ്കിങ് വാട്ടർ പ്രോപ്പറായിട്ട് എത്തുന്നതിൽ ഒരു ഫെയിലർ അവിടെ സംഭവിച്ചിട്ടുണ്ട്. സോ ദ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് ഗവേണൻസ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫാമേഴ്സിന് നമ്മൾ ഫ്രീ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് വഴി എന്താണ് അവർ കൂടുതലായിട്ടും വാട്ടറിന്റെ യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാമപഞ്ചായത്തുകൾക്ക് വളരെയധികം ഒരു ഡെപ്റ്റിന് കാരണമാകുന്നുണ്ട്. സോ ആ ഒരു ആസ്പെക്ട്സിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ കോൾ ഫോർ സസ്റ്റൈനബിൾ പ്രാക്ടീസ്, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഡീപ്പ്
ബോവൽ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ആ ഒരു ഏരിയൻ്റെ ഡെക്കാൻ പ്ലേറ്റു പോലുള്ള ഏരിയാസിൽ എങ്ങനെയാണ് ഈ ഒരു വാട്ടർ നമുക്ക് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് കോൾ ഫോർ സസ്റ്റൈനബിൾ പ്രാക്ടീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഈ അഗ്രികൾച്ചർ മെത്തേഡ്, അതായത് വാട്ടർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള അഗ്രികൾച്ചർ മെത്തേഡ്സ് ഒക്കെ കുറച്ച് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വാട്ടർ റിസോഴ്സ് ഒക്കെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ആസ്പെക്ട്സിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാർഡ് റോക്ക് അക്വിഫയേഴ്സ്. എന്താണ് ഹാർഡ് റോക്ക് അക്വിഫയേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഡെക്കാൻ പ്ലേറ്റ്സിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് ലോ പൊറോസിറ്റി ഉള്ള, അതുപോലെ തന്നെ വാട്ടർ ഫ്രാക്ചർ ആണ്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുക. ദെൻ സുജല പ്രോജക്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ഗവേണൻസിൽ വന്നപ്പോൾ ഈ പ്രോജക്റ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു ക്രൈസിസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് സുജല പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് കർണാടകയുടെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് പ്രോഗ്രാം ആണ്. അപ്പൊ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ദെൻ ജൽജീവൻ മിഷൻ എന്താണെന്നത് സെൻട്രൽ സ്കീമാണ് അല്ലെ, മറ്റേത് സ്റ്റേറ്റിന്റെ സ്കീമാണ്. അപ്പൊ ഈ രണ്ടിന്റെ ഡിഫറൻസും കാര്യങ്ങളും മനസ്സിലാക്കുക. ജൽജീവൻ മിഷൻ ഇംപ്ലിമെന്റ് ചെയ്തതിലുള്ള പോരായ്മകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ദെൻ മെയിൻസിന്റെ ആസ്പെക്ട്സിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്തു. ജോഗ്രഫിയിൽ വളരെയധികം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോ ജിയോളജി ആൻഡ് അക്വിഫർ സിസ്റ്റം ഇൻ പെൻസിലർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ വളരെ പ്രത്യേകിച്ച് ഡെക്കാൻ പ്ലേറ്റ്സിന്റെ കേസിൽ ഇത് വളരെയധികം റിലവെന്റ് ആണ്. സോ ആ ഒരു കാര്യങ്ങൾ നോക്കുക. ദെൻ ഗവേണൻസ്, അതായത് നമ്മൾ പറഞ്ഞു പ്രോപ്പർ ആയിട്ടുള്ള ഗവേണൻസ് നടത്താത്തത് കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് ഡെപ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഫാമേഴ്സിന് ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തതുകൊണ്ട്. അപ്പൊ ആ ഗവേണൻസ് പ്രോപ്പറായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുകയും വേണം. ദെൻ എൻവയോൺമെന്റിന്റെ ആസ്പെക്ട്സിൽ നോക്കുകയാണെങ്കിൽ വാട്ടർ സസ്റ്റൈനബിലിറ്റിയും അതുപോലെ തന്നെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് പോളിസി ഗ്യാപ്പ് ഇൻ റൂറൽ വാട്ടർ യൂസ്, ഇതെല്ലാം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. ഈ പറയുന്നത് പോലെ ഒരുപാട് ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുന്നത് വഴി, ഇപ്പം ഈ പറയുന്നത് പോലെ എന്താണ് വാട്ടർ ഇൻറ്റൻസീവ് ഫാമിംഗ് ഒക്കെ നടത്തുന്നത് വഴിയാണ് ഈ പറയുന്ന ഗ്രൗണ്ട് വാട്ടറിന്റെ ഒരു സ്കേഴ്സിറ്റി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു ന്യൂസിന്റെ ആസ്പെക്ട്സിൽ മനസ്സിലാക്കുക. പ്രത്യേകിച്ചും ജൽജീവൻ മിഷൻ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതുപോലെ സുജല പ്രൊജക്ട് ഈ കർണാടകയുടെ ആസ്പെക്ട്സിലാണ് നമ്മൾ ഈ ന്യൂസ് നോക്കി കാണുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ പ്രോപ്പറായി മനസ്സിലാക്കിയിരിക്കുക. സോ ഇന്നത്തെ ന്യൂസ് അനാലിസിസും കാര്യങ്ങളും ഇത്രയുമാണ്. ഓരോ ആർട്ടിക്കിളിലും അതിന്റെ മെയിൻസിന്റെ ആസ്പെക്ട്സിലും പ്രിലിംസിന്റെ ആസ്പെക്ട്സിലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. താങ്ക് യു.